Hi friends, welcome to my YouTube channel H Media. Max Beginner to Advanced ട്യൂട്ടോറിയൽസിന്റെ 73rd ലെസൺ ആണിത്. ഈ ലെസണിലൂടെ ഗാരേജ് ഫാം എന്ന ഒരു റെൻഡർ ഫാമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. വളരെ കുറവായ ഒരു കോൺഫിഗറേഷനുള്ള ഒരു സിസ്റ്റത്തിൽ നമുക്കൊരു ആനിമേഷൻ റെൻഡർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കിതുപോലെയുള്ള റെൻഡർ ഫാമുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ലോ ആയുള്ള സിസ്റ്റത്തിൽ നമ്മൾ ചെയ്തെടുത്ത ആനിമേഷനെ നമുക്ക് ഈസിയായി റെൻഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ റെൻഡർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗാരേജ് ഫാം എന്ന ഈ ഒരു റെൻഡർ ഫാമിൽ 50 ഫ്രീ ക്രെഡിറ്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു 50 ഫ്രീ ക്രെഡിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ റെൻഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് എങ്ങനെ ഈ ഒരു ഗാരേജ് ഫാം എന്ന ഈ ഒരു റെൻഡർ ഫാം യൂസ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു ഗാരേജ് ഫാമിൻ്റെ ഈ ഒരു വെബ്സൈറ്റ് ആണ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ഇതിൽ ലോഗിൻ ചെയ്യാനും ഈ ഒരു ഗാരേജ് ഫാം എന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാക്സിലേക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. നമുക്കിതിൽ എങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു ട്രൈ ഫോർ ഫ്രീ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഗാരേജ് ഫാം എന്ന ഈ ഒരു റെൻഡർ ഫാമിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ ഈ ഒരു ഫ്രീ ക്രെഡിറ്റ്സ് യൂസ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്താൽ മതിയാകും. നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഇതിൽ ഫിൽ ചെയ്യാം. അതുപോലെ നമ്മൾ ഏത് സോഫ്റ്റ്വെയറിലേക്കാണ് ഈ ഒരു ഗാരേജ് ഫാം യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കിവിടെ നിന്ന് സെറ്റ് ചെയ്യേണ്ടതാണ്. നമ്മളിവിടെ 3ds Max എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഐ ഫൗണ്ട് യു ത്രൂ എന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് യൂട്യൂബ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഐ അഗ്രി ടു ടൈം ഓഫ് സർവീസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്ത ഇമെയിൽ അക്കൗണ്ടിലേക്ക് ഒരു അക്കൗണ്ട് വെരിഫിക്കേഷൻ ഇമെയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ആക്ടിവേഷന് ശേഷം നമുക്കിതിലേക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ വിൻഡോസ് ആണെങ്കിൽ നമുക്കിവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഗാരേജ് ഫാമിൻ്റെ ആപ്പ് സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിൻ്റെ സോഫ്റ്റ്വെയർസും നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് 3ds Maxൻ്റെ 2013 മുതൽ 23 വരെയുള്ള വെർഷൻസിൽ യൂസ് ചെയ്യാമെന്നുള്ളത് നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ്. അതുപോലെ ഇതിലേക്ക് വീറേ, കൊറോണ, മെൻ്റൽ റേ, റെഡ് ഷിഫ്റ്റ് തുടങ്ങിയ റെൻഡർ എൻജിൻസ് ഇതിലേക്ക് റെൻഡറിനായി യൂസ് ചെയ്യാവുന്നതുമാണ്. ഇനി നമുക്കിവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഇവിടെ ഡൗൺലോഡ് ആവുന്നതായി കാണാവുന്നതാണ്. റെൻഡർ ബീമർ എന്ന പ്ലഗിനാണ് നമ്മളിതിൽ ഡൗൺലോഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു പ്ലഗിൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കിത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു റെൻഡർ ബീമറിൻ്റെ ഇൻസ്റ്റാൾ സെറ്റപ്പ് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ നിന്ന് ഐ ആക്സെപ്റ്റ് ദ ലൈസൻസ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാം. റെൻഡർ ബീമർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് സോഫ്റ്റ്വെയർ ഐക്കൺ നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്കിനി ഈ ഒരു ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റെൻഡർ ബീമർ ഇതിൽ റൺ ആവുന്നതാണ്. നമുക്കിവിടെ ഈ ഒരു ഫിനിഷിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഏത് സോഫ്റ്റ്വെയറിലേക്കാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെങ്കിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ നേരെയുള്ള ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റെൻഡർ ബീമറിൻ്റെ പ്ലഗിൻ ആ ഒരു സോഫ്റ്റ്വെയറുമായി ലിങ്ക് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു 3ds Maxൻ്റെ നേരെ ഇൻസ്റ്റാൾ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലഗിനെ നമ്മുടെ 3ds Maxലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ഒരു ഗാരേജ് ഫാമിൻ്റെ മാക്സിലേക്കുള്ള പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ 3ds Max ക്ലോസ് ആയിരിക്കേണ്ടതാണ്. നമ്മൾ ഈ ഒരു ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി മാക്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റെൻഡർ ബീമർ എന്ന പ്ലഗിൻ അതിൽ ഇൻസ്റ്റാൾ ആയത് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ 3ds Maxൻ്റെ മെനുവിൽ റെൻഡർ ബീമർ എന്ന ഈ ഒരു മെനു നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. നമുക്കിതിലേക്ക് റെൻഡർ ചെയ്യേണ്ട പ്രൊജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യുന്നതിനായി ബീം ഇറ്റ് അപ്പ് എന്ന ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് കോസ്റ്റ് കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ആനിമേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റിൽ ഇമേജ് റെൻഡർ ചെയ്യുന്നതിനുള്ള കോസ്റ്റ്, ടൈം തുടങ്ങിയവയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗാരേജ് ഫാം റെൻഡർ ഫാം യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സീനാണ് റെൻഡർ ചെയ്യാൻ പോകുന്നത്.
നമ്മൾ ഈ ഒരു റെൻഡർ ബീമറിൻ്റെ ഈ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്കിവിടെ ഈ ഒരു സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ ലാംഗ്വേജ്, അതുപോലെ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട പാത്ത് തുടങ്ങിയവ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. യൂസ് സീൻ ഡൗൺലോഡ് പാത്ത് എന്ന ഈ ഒരു ഓപ്ഷൻ നമ്മളിവിടെ ടിക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മളിവിടെ സെറ്റ് ചെയ്ത സെറ്റിങ്സ് റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് സെറ്റിങ്സ് എന്ന ഈ ഒരു ബട്ടൺ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടും നമ്മൾ ഈ ഒരു സെറ്റിങ്സിനെ റീസെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് റെൻഡർ സെറ്റപ്പ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഈ റെൻഡർ സെറ്റപ്പിൻ്റെ ഈ ഒരു കോമൺ എന്ന പാരാമീറ്ററിൽ നമ്മുടെ മെയിൻ റെൻഡർ സേവ് ചെയ്യുന്നതിനായിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ ഒരു പേര് കൊടുത്തുകൊണ്ട് നമ്മൾ ഏത് ഫയൽ ഫോർമാറ്റിലാണ് ഈ ഒരു ഇമേജ് സേവ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ആ ഒരു ഫയൽ ഫോർമാറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നമ്മളൊരു സ്റ്റിൽ ഇമേജ് ആണ് റെൻഡർ ചെയ്യുന്നത്. നമ്മളിവിടെ നിന്ന് ഈ ഒരു PNG ഫോർമാറ്റ് ആണ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു സേവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ ഒരു സീൻ ഗാരേജ് ഫാമിൻ്റെ റെൻഡർ ഫാമിലേക്ക് ആഡ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു റെൻഡർ ബീമർ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ബീം ഇറ്റ് അപ്പ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സീനിനെ ഗാരേജ് ഫാമിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ ഒരു ബീം ഇറ്റ് അപ്പ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലൊരു മെസ്സേജ് ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മളൊരു ആനിമേഷനാണ് ഈ ഒരു ഗാരേജ് ഫാം യൂസ് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യാൻ പോകുന്നതെങ്കിൽ ചെറിയൊരു റെസൊല്യൂഷനിൽ ഒരു ചെറിയൊരു സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് റെൻഡർ ചെയ്യുവാനാണ് ഇതിൽ പറയുന്നത്. ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ ഓക്കെ പ്രസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ ചെക്കിംഗ് സീൻ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു കാൽക്കുലേഷനിൽ ഈ ഒരു സീനിൽ എന്തെങ്കിലും എറേഴ്സ് തുടങ്ങിയവ ഉണ്ടെങ്കിൽ ഈ ഒരു ചെക്കിങ്ങിന് ശേഷം നമുക്കത് ഫിക്സ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഈ ഒരു ചെക്കിംഗ് കഴിഞ്ഞതിന് ശേഷം റെൻഡർ ബീമർ എന്ന ഈ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു റെൻഡർ ബീമറിൽ മോഡ് സെലക്ഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഈ മോഡിൽ റെൻഡർ ആസ് ഈസ് എന്ന ഈ ഒരു ഡിഫോൾട്ട് ഓപ്ഷനാണ് ഇവിടെ കിടക്കുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റിൽ ഇമേജ് റെൻഡറിങ്, ഇറേഡിയൻസ് മാപ്പ് ആനിമേഷൻ, ഇറേഡിയൻസ് മാപ്പ് ക്യാമറ തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. റെൻഡർ ആസ് ഈസ് എന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 3ds Maxന്റെ റെൻഡർ സെറ്റപ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത സെയിം റെൻഡർ സെറ്റപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിൽ റെൻഡർ ആവുക. ഇതിൽ സ്റ്റിൽ ഇമേജ്, ഇറേഡിയൻസ് ആനിമേഷൻ, ഇറേഡിയൻസ് ക്യാമറ തുടങ്ങിയ ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ടും നമ്മളുടെ സീൻ റെൻഡർ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ റെൻഡർ ആസ് ഈസ് എന്ന ഈ ഒരു ഡിഫോൾട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യാം. അടുത്തായി നമ്മുടെ സീനിലുള്ള ക്യാമറകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. 6 ക്യാമറകളാണ് ഈ ഒരു സീനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 6 ക്യാമറ നമുക്കിതിൽ കാണാവുന്നതാണ്. നമുക്കിതിൽ ഏത് ക്യാമറയാണ് നമ്മൾ റെൻഡർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ക്യാമറ നമുക്കിവിടെ നിന്ന് ടിക്ക് ചെയ്യാം. നമുക്കിതിൽ എത്ര വ്യൂസ് വേണമെങ്കിലും സെലക്ട് ചെയ്തുകൊണ്ട് ഒരുമിച്ച് നമുക്ക് റെൻഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ക്യാമറയാണ് നമ്മളിതിൽ സെറ്റ് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ഒരു ക്യാമറയോടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ന്യൂ പ്രൊജക്ട് നെയിം എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ക്യാമറയുടെ താഴെ നമുക്ക് ഈ ഒരു റെൻഡർ സെറ്റിംഗ്സ് ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു യൂസ് സ്പ്ലിറ്റ് ചാനൽസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ വീറെ ഇമേജ് ഫയൽ ഫോർമാറ്റ്, മാക്സ് ഇമേജ് ഫയൽ ഫോർമാറ്റ് എന്ന ഈ 2 ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു വീറെ ഇമേജ് ഫയൽ ഫോർമാറ്റിൽ PNG തന്നെ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ന്യൂ പ്രൊജക്ട് നെയിം എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സെൻഡ് ടു ദ ഫാം എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു സീൻ നമ്മൾ ഈ ഒരു ഗാരേജ് റെൻഡർ ഫാമിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഈ ഒരു പ്രൊജക്ട് നെയിം ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഏത് പേരിലാണ് നമുക്ക് ഈ ഒരു പ്രൊജക്ട് സേവ് ചെയ്യണമെങ്കിൽ ആ ഒരു പേര് നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മാസ്റ്റർ ബെഡ്റൂം എന്നാണ് ഇവിടെ ഇതിന് പേര് കൊടുക്കുന്നത്. ഇനി ഓക്കെ പ്രസ് ചെയ്യുന്നു. നമുക്കിവിടെ കോപ്പിംഗ് അസറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. വളരെ ഫാസ്റ്റായി തന്നെ ഈ ഒരു സീന് നമ്മളെ ഗാരേജ് ഫാമിലേക്ക് അപ്ലോഡ് ആവുന്നതാണ്. നമ്മുടെ സീനിൻ്റെ ഈ ഒരു സേവിങ് ഇവിടെ നടന്നിരിക്കുകയാണ്. റെൻഡർ ബീമറിൻ്റെ അപ്ലോഡ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു അപ്ലോഡിങ് നടക്കുന്നത് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. വളരെ ഫാസ്റ്റായി നമുക്ക് ഈ ഒരു അപ്ലോഡിങ് ഇവിടെ നടക്കുന്നത് ഇവിടെ കാണാവുന്നതാണ്. എത്ര ലോ കോൺഫിഗറേഷൻ ഉള്ള ഒരു കമ്പ്യൂട്ടറിലും ഇതുപോലെയുള്ള റെൻഡർ ഫാമുകളുടെ ഹെൽപ്പോട് കൂടി നമുക്ക് റെൻഡർ ഫാസ്റ്റായി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ അർജന്റ് പ്രൊജക്റ്റുകളുടെ റിക്വയർമെന്റ്സിനായി പുതിയൊരു ഹൈ എൻഡ് മെഷീൻ വാങ്ങിക്കുന്നതിന് പകരം ഇതുപോലുള്ള ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് ഇതിൽ ആഡ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ക്ലിക്ക് ഹിയർ ടു സബ്മിറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു റെൻഡറിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമുക്കിതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്കിതിൽ നമ്മുടെ റെസൊല്യൂഷൻ, ആസ്പെക്ട് റേഷ്യോ തുടങ്ങിയ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഞാൻ ഈ ഒരു റെസൊല്യൂഷൻ തന്നെയാണ് ഈ ഒരു റെൻഡർ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ക്യാമറ ലിസ്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു ക്യാമറ ഇവിടെ നിന്ന് കാണാവുന്നതാണ്. നമ്മൾ സെയിം ക്യാമറ തന്നെയാണ് ഇതിൽ റെൻഡർ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് സബ്മിറ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റെൻഡറിങ് സ്റ്റാർട്ട് ചെയ്യാം.
ഈ ഒരു വിൻഡോയിൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളുടെ ലിസ്റ്റ്, അതിൻ്റെ കോസ്റ്റ് തുടങ്ങിയ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. നമ്മൾ ഈ 50 ക്രെഡിറ്റ് ലിമിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് റെൻഡേഴ്സ് നമുക്കിതിൽ നിന്ന് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ചെയ്ത റെൻഡേഴ്സിൻ്റെ കോസ്റ്റ് ഇവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ അപ്ലോഡ് ചെയ്ത പ്രൊജക്റ്റുകളുടെ ഡീറ്റെയിൽസും നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ്. നമ്മുടെ റെൻഡറിങ് ഇവിടെ പ്രോസസ്സ് ആയിരിക്കുകയാണ്. നമുക്കിവിടെ ആക്റ്റീവ്, നോട്ട് ഡൺ തുടങ്ങിയ 2 ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ആക്റ്റീവ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഓൺഗോയിങ് റെൻഡറിങ് ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു റെൻഡർ ഫിനിഷ് ആവുന്നതിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ റെൻഡറിൻ്റെ പ്രോഗ്രസ് ഇവിടെ കാണാവുന്നതാണ്. 80% റെൻഡറിങ് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ കൊടുത്ത റെൻഡർ സെറ്റപ്പിലെ ലൊക്കേഷനിലേക്ക് ഓരോ പാർട്ടായി ഈ ഒരു റെൻഡർ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ഒരു ലൊക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഞാൻ സെറ്റ് ചെയ്ത ആ ഒരു ലൊക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമുക്കിതുപോലെ EXR ഫയലായി ഈ ഒരു റെൻഡേഴ്സ് ഇവിടെ സേവ് ആവുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ PNG ഫോർമാറ്റിലും നമുക്കിവിടെ ഇതുപോലെ പാർട്ടായി ഈ റെൻഡർ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇതുപോലെ ഓരോ പാർട്ടായാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഈ ഒരു താഴെ ഇതിൻ്റെ ബാക്കി പാർട്സ് ഇവിടെ റെൻഡറായി ലഭിക്കുന്നതായി കാണാൻ സാധിക്കും. ഈ റെൻഡർ ഫിനിഷ് ആയതിനു ശേഷം നമുക്കിവിടെ മെർജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ റെൻഡറായ പാർട്സ് എല്ലാം മെർജ് ആയിക്കൊണ്ട് നമുക്കൊരു ഫുൾ ഇമേജ് ആയി ലഭിക്കുന്നതാണ്. നമ്മൾ ഈ റെൻഡറിങ് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഈ റെൻഡർ ചെയ്യാനെടുത്ത സമയം, ഇതിൻ്റെ കോസ്റ്റ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. 60 ഡേയ്സിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സെർവർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ ഒരു റെൻഡർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. റെൻഡർ സേവ് ചെയ്യുന്നതിനായി നമ്മൾ അസൈൻ ചെയ്ത പ്രൊജക്ട് ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ഈ ഒരു PNG ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ഫുൾ പാർട്സ് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. കൂടാതെ മെർജഡ് എന്ന ഒരു ഫോൾഡറും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഈ ഫോൾഡറിൽ നമുക്കിവിടെ ഒരു നമ്മുടെ ഫുൾ റെൻഡർ, നമ്മുടെ കംപ്ലീറ്റ് ആയ ഒരു ഫുൾ റെൻഡർ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടി നമ്മുടെ റെൻഡർ എലമെൻറ്റ്സ് എല്ലാം നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. നമുക്കിതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇതിൻ്റെ റെൻഡർ എലമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഒരു സ്റ്റിൽസോ ഒരു ആനിമേഷനോ റെൻഡർ ചെയ്യാൻ ഈ ഒരു ക്ലൗഡ് സർവീസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് എത്ര വലിയ പ്രൊജക്റ്റുകളും ഇതിലൂടെ നമുക്ക് റെൻഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.